വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രകൃതി ദുരന്തമാണെന്ന് വരുത്തി തീർക്കാൻ കരാർ കമ്പനിയുടെ ശ്രമം. നിർമ്മാണ സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ടില്ലെന്നാണ് കമ്പനിയുടെ വാദം. എന്നാൽ കമ്പനിയുടെ വാദം പൊതുമരാമത്ത് മന്ത്രി തള്ളി. മണ്ണെടുത്ത സ്ഥലത്ത് മതിയായ സംരക്ഷണം ഒരുക്കിയിരുന്നില്ലെന്നും ദുരന്തം വിദഗ്ധ സമിതി അന്വേഷിക്കുമെന്നും PK ബഷീർ മീഡിയ വണിനോട് പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിനായി എടുത്ത മണ്ണ് കൂട്ടിയിട്ടതാണ് മണ്ണിടിച്ചിലിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതെന്ന് ഔദ്യോഗിക സംവിധാനങ്ങൾ പറയുമ്പോഴാണ് ദുർബലവാദവുമായി കമ്പനി അധികൃതർ രംഗത്തെത്തുന്നത്. തുരങ്കപാത നിർമ്മാണത്തിന്റെ 12 മീറ്റർ മുകളിൽ വനത്തിനകത്താണ് ഉരുൾപൊട്ടലുണ്ടായത് എന്നാണ് നിർമ്മാണ കമ്പനി വാദിക്കുന്നത്. നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അത് അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്ലാനും പ്രൊഫൈലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അവിടം വരെയാണ് PWDയിൽ ലാൻഡ് ഉള്ളത്. അവിടം വരെ നമ്മൾ എക്സ്ട്രീം ബൗണ്ടറി വരെ നമ്മൾ മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് അതിന്റെ ടണലിന്റെ വേ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നെയിൽ ചെയ്ത് ഷോർട്ട് കട്ടിങ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത ഏരിയയാണ്. പക്ഷേ അതിന്റെ പുറകിൽ ഒരു 10-12 മീറ്റർ പുറകിൽ നിന്നാണ് ലാൻഡ് സ്ലൈഡ് തുടങ്ങിയിട്ടുള്ളത്. ബ്ലെയിം വന്നത് എങ്ങനെയായിരുന്നു വെച്ചാൽ മണ്ണ് അതിന്റെ മേളിൽ സ്റ്റോക്ക് ചെയ്യുന്നതാണ്. അതല്ല ഫാക്ടർ എന്നാണ് ഞാൻ പറഞ്ഞത്. പാറയ്ക്ക് താഴെ നിന്നും വ്യാപകമായി മണ്ണെടുത്തതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന വാദവും ശക്തമാണ്. വൻതോതിൽ മണ്ണ് കൂട്ടിയിട്ടതോടെ മണ്ണിടിച്ചിലിന്റെ സമ്മർദ്ദത്തിൽ കൂട്ടിയിട്ട മണ്ണും കോൺക്രീറ്റ് പാളികളും നിർമ്മാണ സാമഗ്രികളും ഒലിച്ചുപോയി. കമ്പനിയുടെ വാദങ്ങൾ പൂർണ്ണമായും സർക്കാർ തള്ളുകയാണ്. ഇവർ പറയുന്നത് അവരെ കുറ്റം കൊണ്ടല്ല എന്നാ പറയുന്നത്. അതല്ല, അവിടെ ആദ്യം മണ്ണെടുത്ത സ്ഥലത്തില്ല പ്രൊട്ടക്ഷൻ ശരിയായില്ല. ഏതായാലും ഒരു വിദഗ്ധ സമിതിയെ വെക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചെന്നത് നല്ലൊരു വിദഗ്ധ ഒരു പഠനം നടത്തുന്നുണ്ട്. കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ അപകടത്തിന് കാരണമാകുമെന്നും ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടും അത് കമ്പനി പാലിച്ചില്ല. കമ്പനിയുടെ വാദങ്ങൾ യുക്തിസഹമല്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. എന്താണ് മണ്ണിടിച്ചിലേക്ക് നയിച്ചത് എന്ന് ശരിയായി കണ്ടെത്തണമെങ്കിൽ ശാസ്ത്രീയമായ അന്വേഷണം വേണം. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, വയനാട്.